ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പഴന്തിർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മഹിമ വർഷയെ കാണാനായിട്ട് ചന്ദ്രോദയത്തിലോട്ട് വരികയാണ്. അവിടെ വന്നിട്ട് വർഷയ്ക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വരുന്നത്. ഗോൾഡും അല്ലാതെ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് പറയും, മോളെ നീ ഗിഫ്റ്റൊക്കെ തുറന്ന് നോക്കാൻ പറയും. വേണ്ട മമ്മി, ഞാൻ പിന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറയും. നിൻ്റെ മുഖത്തിന് നല്ല ക്ഷീണമുണ്ടല്ലോ, ഈ സമയത്ത് ഫുഡൊക്കെ നല്ലോണം കഴിക്കണം, ഡോക്ടറെ കണ്ടൊന്ന് ചെക്കപ്പ് ചെയ്യണം. അതുകൊണ്ട് തന്നെ മോൾ കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുക, മമ്മി മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വർഷ പറയും, വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയും. അത് മഹിമയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ മഹിമ തിരിച്ചു പോവുകയാണ്. അതേസമയം തന്നെയാണ് വർഷയുടെ അച്ഛൻ ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സുഹൃത്ത് മരിച്ചുപോയി. അപ്പം അവസാന കാലത്ത് അദ്ദേഹത്തിന് ആരുമില്ലായിരുന്നു. സ്വത്തും പണവും ഒക്കെയുണ്ട്. നല്ല പൊസിഷനിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ്. പക്ഷേ പെരുമാറ്റം കൊണ്ട് തന്നെ അവസാനം അദ്ദേഹത്തിന് ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയൊരു കഥ മധുസൂദനൻ്റെ സുഹൃത്ത് അദ്ദേഹത്തോട് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പം മധുസൂദനന് നല്ല വിഷമമൊക്കെ ആവുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ രേവതി വർഷയെ ഫുഡ് കഴിക്കാനൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുത്തുകയാണ്. ആ സമയത്ത് വർഷ വേണ്ട ചേച്ചി എന്ന് പറയും, എങ്കിലും കഴിക്ക് വർഷ, ഈ സമയത്ത് ഫുഡ് നല്ല കഴിക്കണമെന്ന് പറയും. അങ്ങനെ ഫുഡ് കഴിക്കാൻ എടുക്കുമ്പോൾ തന്നെ വർഷ അങ്ങ് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയാണ്. ആ സമയത്താണ് നമ്മുടെ സ്തുതിക്ക് സ്പെഷ്യലായിട്ട് മസാല ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ചന്ദ്രമതി അങ്ങോട്ട് കൊണ്ടിരുത്തുന്നത്. ആ സമയത്ത് വർഷ വൊമിറ്റ് ചെയ്ത് കാണുന്നതും സ്തുതിക്കും അങ്ങ് അതുപോലെ മനം പുരട്ടി വരികയാണ്. അപ്പോഴത്തേക്ക് വർഷ കഴിക്കാതെ വർഷ അങ്ങ് ഓടി റൂമിലോട്ട് പോവുകയാണ്. ആ സമയത്ത് ചന്ദ്രമതി ചോദിക്കും, അല്ല ഇവളെന്തിനാണ് ഇപ്പോൾ ഛർദ്ദിച്ചത്, ഇവൾക്ക് റൂമിലെങ്ങാനും ബാത്റൂമിൽ പോയി ഛർദ്ദിച്ചുകൂടായിരുന്നു, എൻ്റെ മോൻ ഫുഡ് കഴിച്ചല്ലോ എന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, എന്തോ അമ്മയെ സംസാരിക്കുന്നത്, വർഷം മനഃപൂർവ്വം വൊമിറ്റ് ചെയ്തേ അല്ലല്ലോ, ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള മോർണിംഗ് സിക്നസ് ഒക്കെ ഉണ്ടാവുന്നില്ലേ എന്നൊക്കെ പറയും. ആ സമയത്ത് സച്ചി പറയും, ഇതൊന്നും പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം പറയും, രവീന്ദ്രൻ പറയും, ശ്രീകാന്തെ നീ അവളെ ഡോക്ടറെ കാണിച്ചില്ലേ എന്ന് ചോദിക്കും. അതച്ചാ നീ എന്താ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തത്, ഇപ്പോൾ തന്നെ വർഷയുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, ഡോക്ടറെ കണ്ട് നല്ലൊരു ചെക്കപ്പ് നടത്തണം, ഈ സമയത്ത് കഴിക്കേണ്ടതായിട്ടുള്ള മരുന്നുകളും ടാബ്ലറ്റും ഒക്കെ അവർ കൊടുക്കും, അതൊക്കെ കഴിക്കാൻ നല്ല വിശ്രമം വേണം എന്നൊക്കെ നീ വർഷയെടുത്ത് പറഞ്ഞു കൊടുക്കണ്ടായോ. ആ ശരിയെന്ന് പറയും. പക്ഷേ ആ സമയത്ത് ശ്രീകാന്തിനറിയാം ശ്രീകാന്ത് എത്ര നിർബന്ധിച്ചാലും വർഷ ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറാവത്തില്ലെന്ന്. ആ സമയത്ത് ശ്രീകാന്ത് അവിടെ നിന്ന് ഇങ്ങനെ വിഷമിക്കുകയാണ്. ആ സമയത്ത് സച്ചി പറയും, നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കും. പിറ്റേ ദിവസം രാവിലെ ആ സമയത്ത് തന്നെ നമ്മുടെ സച്ചിൻ രേവതിയും കൂടി ചെന്ന് നിർബന്ധിച്ച് വർഷയെ ഹോസ്പിറ്റലിൽ പോകാൻ വിളിക്കുകയാണ്. ആ സമയത്ത് വർഷയ്ക്ക് തീരെ സമ്മതമില്ല. എനിക്ക് വർക്കിന് പോകണം, എനിക്ക് സ്റ്റുഡിയോ പോകണം എന്നൊക്കെ പറഞ്ഞ് വർഷ ഓരോ കാരണം പറയുകയാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നീ ഇന്ന് ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിൽ വന്നേ പറ്റത്തോളം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വർഷയെ കൊണ്ടുപോവുകയാണ്. വർഷയ്ക്ക് രേവതി സച്ചി വിളിക്കുന്ന കാരണം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റത്തില്ല. എന്നിട്ട് പറയും, രേവതി കാറിലോട്ട് കയറാൻ പറയും. അങ്ങനെ പറയും, സച്ചിയുടെ സൂക്ഷിച്ചൊക്കെ ഡ്രൈവ് ചെയ്യണമെന്ന് പറയും. അതൊക്കെ എനിക്കറിയാമെന്ന് പറയും. അങ്ങനെ വണ്ടിക്കകത്ത് കയറി ഇരിക്കുമ്പോൾ തന്നെ വർഷം നിലവിളിക്കുകയാണ്. ആ സമയത്ത് ശ്രീകാന്ത് പറയും, നീ എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്, അതിന് നമ്മൾ ലേബർ റൂമിലോട്ടല്ല പോകുന്നത്, ഡോക്ടറെ ചെക്കപ്പിനാണ് പോകുന്നത്, നീ കൂടുതൽ സംസാരിക്കരുത്, നീ അതിനെല്ലാം കാരണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനോട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. അയ്യോ മതി, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വർഷയെ സമാധാനിപ്പിച്ച് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് വർഷയുടെ കാര്യങ്ങളൊക്കെ രേവതി സംസാരിക്കുന്നുണ്ട്. ശ്രീകാന്തും സച്ചിയും കൂടി പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് ഡോക്ടർ പറയും, വർഷയൊന്ന് നോക്കണമെന്ന് പറയും. അങ്ങനെ ഒരു ഡീറ്റെയിൽ ചെക്കപ്പൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പമില്ല, കുഞ്ഞും വർഷയും നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഡോക്ടർ പറയും, ഇനി കുറച്ച് നല്ല വൈറ്റമിൻസ് സപ്ലിമെൻറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ടാബ്ലറ്റൊക്കെ എഴുതിയിട്ടുണ്ട്, ഇതെല്ലാം കറക്റ്റ് സമയത്തിന് കഴിക്കണം, നല്ല വിശ്രമം വേണം, വലിയ ഭാരപ്പെട്ട ജോലികളൊന്നും ചെയ്യരുത്, ചെറുതായിട്ട് ഒന്ന് നടത്തമാവാം, ഒരു ലഘു വ്യായാമമായിട്ട് കരുതിയാൽ മതി, പിന്നെ വിശ്രമം നല്ലോണം വേണം, നല്ല ഉറക്കം വേണം, ടെൻഷനൊന്നും ഉണ്ടാവരുത്, ടെൻഷനൊക്കെ ഉണ്ടായ അമ്മയും കുഞ്ഞിനെ അത് സാരമായിട്ട് ബാധിക്കും എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടർ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി വർഷയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും. അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയും. അപ്പോൾ രേവതിയിടത്താണ് എല്ലാം പറഞ്ഞ് ഏൽപ്പിക്കുന്നത്. അങ്ങനെ ശ്രീകാന്തും സച്ചിയും കൂടി പുറത്ത് നിൽക്കുമ്പോഴത്തേക്ക് അവർ വരുന്നുണ്ട്. എന്ത് പറഞ്ഞ ഏട്ടത്തി, ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, വർഷയും കുഞ്ഞും സേഫാണ്, ഒരു പ്രശ്നമില്ലെന്ന് പറയും. സമയത്തിന് ഫുഡ് കഴിക്കുകയും റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്താൽ മതിയെന്ന് പറയും. അങ്ങനെ കുറച്ച് ടാബ്ലറ്റൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്, പുറത്ത് എടുക്കാനാന്ന് പറയും. ഉടനെ ശ്രീകാന്ത് പറയും, ഇങ്ങെടുക്ക് ഞാൻ വാങ്ങാമെന്ന് പറയും. ഉടനെ സച്ചി പറയും, അതൊന്നും വേണ്ട, ഞാൻ മേടിച്ചുകൊണ്ട് വരാം, ഇതാ ഞാൻ സച്ചിയേട്ടനെ കൂട്ടിക്കൊണ്ട് വരാത്തത്, അതിന് നീ എന്തിനാ ഞങ്ങളുടെ കൂടെ വന്ന്, നിനക്ക് റെസ്റ്റോറൻറ്റിൽ പോയിക്കൂടായിരുന്നു. അല്ല ഏട്ടാ, നീ വരേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്കറിയാം വർഷയെ കൊണ്ടുവരാമെന്ന് പറയും. എങ്കിൽ ഞാൻ ടാബ്ലറ്റ് എടുത്തുകൊണ്ട് വരാം. വേണ്ട സച്ചേട്ടാ, എൻ്റെ പൈസയുണ്ട്, നിൻ്റെ പൈസ കൊണ്ട് നീ കൈ വെച്ചോ. എടാ ശ്രീകാന്ത്, എന്നെ ഇവിടെ ദേഷ്യം പിടിപ്പിക്കരുത്, എനിക്കറിയാം എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്, ഇനി വരുമ്പോൾ ഞാൻ സച്ചേട്ടനെ കൂട്ടിക്കൊണ്ട് വരത്തില്ല, ഇനി നിന്നെ കൂട്ടിക്കൊണ്ട് ഞങ്ങളും വരത്തില്ല, ഞങ്ങൾക്കറിയാം വർഷയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും, ഇങ്ങോട്ട് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മെഡിസിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചുകൊണ്ട് സച്ചി അങ്ങ് ഫാർമസിയിലോട്ട് പോവുകയാണ്. ആ സമയത്ത് രേവതി പറയും, സച്ചിയേട്ടനാണ് ഇനി എല്ലാ കാര്യവും നോക്കുന്നത്, അതുകൊണ്ട് ശ്രീകാന്തിനെ അതിൻ്റെ പുറകെ പോകണ്ടെന്ന് പറയും. ശരി ആയിക്കോട്ടെ,
പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ വർഷയ്ക്ക് ഒരു തൃപ്തിയില്ല. വർഷ ഒരുമാതിരി ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും ഈ കുഞ്ഞങ്ങ് പോകണമെന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് വർഷയ്ക്ക്. കാരണം അവർ സംസാരിക്കുന്നതും ഒന്നും വർഷയ്ക്കൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർ നല്ല സന്തോഷമായിട്ട് കുഞ്ഞിനെ കെയർ ചെയ്യണം, കുഞ്ഞിനെ നോക്കാനൊക്കെ നിൽക്കുന്നത്. പക്ഷേ വർഷയ്ക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു മട്ടിൽ ഇങ്ങനെ ഒരു കാഷ്വലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ചന്ദ്രമതി നമ്മുടെ ബാമയുടെ വീട്ടിൽ വരികയാണ്. എന്നിട്ട് നമ്മുടെ വർഷയുടെ വിശേഷമൊക്കെ പറയുന്നുണ്ട്. ആഹാ, എന്നാലും നീ കോൾ അടിച്ചല്ലോ ചന്ദ്രമതി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല വർഷ ഇത്ര പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവുമെന്ന്. ഞാൻ ആദ്യം കരുതിയത് രേവതിക്ക് ആദ്യം ഈ ഭാഗ്യം ഉണ്ടാവുമെന്നാണ്. ഞാൻ ആദ്യം പിന്നെ ആ പൂക്കാരി ഗർഭിണിയാവാൻ ഞാൻ നന്നായത്. എനിക്കെൻ്റെ ശ്രീകാന്ത് മോൻ അച്ഛനായത് സന്തോഷമുണ്ട്. പക്ഷേ അഹങ്കാരി വർഷ അവിടെ അമ്മയാവണ്ടായിരുന്നു എന്ന് പറയും. അല്ല, ശ്രീകാന്ത് അച്ഛനായ പിന്നെ വർഷയല്ലേ അമ്മയാവേണ്ടത് എന്നൊക്കെ പറയും. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ സുതിമോനായിരിക്കണമായിരുന്നു ആ വീട്ടിൽ അച്ഛനാവുക ആദ്യമായിട്ട് വേണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് പറയും, അതിനിപ്പോൾ ശ്രുതി സ്ഥലത്തില്ലല്ലോ, പിന്നെ അങ്ങനെ നിൻ്റെ ശ്രുതി അച്ഛനാവുന്നതെന്നൊക്കെ ഇങ്ങനെ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ വിശേഷങ്ങളൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ ശ്രുതി അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ചന്ദ്രമതിയെ കാണുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്ന സമയത്ത് പറയും, എനിക്ക് ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങ് പോവുകയാണ്. അല്ല, ഏലസ് കെട്ടിയിട്ട് എങ്ങനെയുണ്ട് ചന്ദ്രേ എന്ന് ചോദിക്കും. ഏലസ് അതൊന്നും പറയാതിരിക്കുന്ന ബാമേ നല്ലത്. ആ ഏലസ് കെട്ടിയതിന് ശേഷമേ അവൻ എപ്പോഴും എന്നോട് ദേഷ്യമാണ്. അതുകൊണ്ട് ഞാൻ അവൻ്റെ കൈ കിടന്ന 2 ഏലസും ഊരി മാറി. അല്ലെങ്കിൽ അവന് ഞാനും തമ്മിൽ ഇപ്പോൾ 2ആയി പോയേനെ. അമ്മയും മകനെയും തമ്മിൽ അടുപ്പിക്കുന്ന ഏലസാണോ ഇനി ആ തിരുമേനി തന്നതെന്ന് എനിക്ക് സംശയമില്ലാതില്ലെന്ന് പറയും. അങ്ങനൊന്നും ആയിരിക്കത്തില്ല, എന്തോ ആ ഏലസ് കെട്ടിയതിന് ശേഷം ശ്രുതിക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ബാമ ചന്ദ്രയുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ബാമ കഥവടയ്ക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതി പോയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ബാമയുടെ വീട്ടിലോട്ട് ശ്രുതി കയറി കോളിമ്പൽ അടിക്കുകയാണ്. നീ എന്താ ശ്രുതി ഈ സമയത്ത് ഇവിടെ? നിന്നെ ചന്ദ്ര കണ്ടില്ലേ? ഇല്ല, ഞാൻ ഒളിച്ചു നിന്നായിരുന്നു പറയും. അപ്പോൾ പറഞ്ഞൊക്കെ നീ കേട്ടായിരുന്നു? ഇല്ല. അപ്പോൾ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇപ്പോൾ അവിടെ പുതിയ വിശേഷം ഉണ്ടെന്ന് പറയും. എന്ത് വിശേഷം? വർഷ പ്രഗ്നൻ്റ് ആണെന്ന് പറയും. പ്രഗ്നൻ്റോ? എന്നിട്ട് നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തത് കേട്ടിട്ട്? ഒന്നുമില്ല. വർഷ പ്രഗ്നൻ്റാ. ഇനിയിപ്പോൾ ആരും എന്നെ മൈൻഡ് ചെയ്തില്ല, ഇനിയിപ്പോൾ എല്ലാവരും അവളുടെ പുറമെ ആയിരിക്കുമെന്ന് പറയും. എങ്കിൽ ശരി ആൻറ്റി, ഞാൻ വെറുതെ ആൻറ്റി ഒന്ന് കാണാൻ വന്നേ. നീ അങ്ങനെ വെറുതെ ഒന്നും പെടുത്തില്ലല്ലോ എന്നെ കാണാൻ. ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് ശ്രുതി അങ്ങ് പോവുകയാണ്. അതിനുശേഷം ബാമയും മനസ്സിൽ കരുതും, ഇവക്ക് വർഷ പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷവും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്തെങ്കിലും ആവട്ടെ, ഒരു പ്രത്യേക സ്വഭാവക്കാർ തന്നെ എന്തൊക്കെ പറഞ്ഞാലും. അതിനുശേഷം ശ്രുതി താമസിക്കുന്ന മീരയുടെ വീട്ടിൽ വന്നിട്ട് മീരയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വർഷ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്ക് മീര പറയും, എന്തായാലും ലോട്ടറി അടിച്ചല്ലോ. പക്ഷേ ഇതിപ്പോൾ എനിക്കൊരവസരമാണ്. ശ്രുതി മീരയോട് പറയും, എന്താ നീ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ പറഞ്ഞാലും ആൻറ്റിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ശ്രുതി അച്ഛനാവണമെന്നായിരുന്നു. ആദ്യമായിട്ട് ശ്രുതി ആ വീട്ടിൽ ശ്രുതിയുടെ കുഞ്ഞായിരിക്കണം ആദ്യം ജനിക്കണം എന്നുള്ളത് ആൻറ്റിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഇപ്പോൾ അത് ശ്രീകാന്തിന് ആ ഭാഗ്യം കിട്ടി. എന്നാലും ആൻറ്റിയുടെ പൂർണ്ണ മനസ്സൊന്നും അത് പൂർണ്ണമായിട്ട് ആൻറ്റിക്ക് സന്തോഷമൊന്നും അതിൽ കാണത്തില്ലെന്ന് പറയും. അങ്ങനൊന്നുമില്ല, എന്തൊക്കെ പറഞ്ഞാലും അവരുടെ മകൻ്റെ കുഞ്ഞല്ലേ എന്ന് പറയും. അതെ, എന്നാലും ശ്രുതി ആദ്യമായിട്ട് അച്ഛനാവണം തന്നെ ആയിരുന്നു ആൻറ്റിയുടെ ആഗ്രഹം. ആൻറ്റി എപ്പോഴും ഇത് പറയുമായിരുന്നു എന്ന് പറയും. പിന്നെ അതുമാത്രമല്ല, ആദ്യമായിട്ട് വിശേഷ വാർത്ത ആദ്യം അറിയിക്കുന്ന ദമ്പതിമാർക്ക് അച്ഛമ്മയുടെ സ്വത്ത് എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അച്ഛമ്മ അന്ന് വീട്ടിൽ ഒന്ന് പറഞ്ഞായിരുന്നു പറയും. അതുകൊണ്ട് ഇതിപ്പോൾ ഒരു അവസരമാണ്. അതുകൊണ്ട് ഞാനും പ്രഗ്നൻ്റാന്ന് പറഞ്ഞാലോ ആൻറ്റി അടുത്ത്? അത് ചോദിക്കും, അത് നീ പെട്ടെന്നാണ് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? ആരെ കൊണ്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കും? അത് പാമേൻ്റെ അടുത്ത് പറയാം. അതിൽ നീ ഇപ്പോൾ പാമേൻ്റെ വീട്ടിൽ വന്നതല്ലേ ഉള്ളൂ. വന്നതേ ഉള്ളൂ. പക്ഷേ എന്നാലും അത് ഞാൻ അതൊരു കള്ളം പറഞ്ഞോളാം. പക്ഷേ പ്രഗ്നൻ്റാന്ന് പറഞ്ഞാൽ എല്ലാ പിണക്കവും മറന്ന് ആൻറ്റി എന്നെ കൂട്ടിക്കൊണ്ടുപോകും. നീ പിന്നെയും ഓരോ കള്ളങ്ങൾ പറയാൻ ശ്രമിച്ചാൽ പിന്നെയും വലിയ പ്രശ്നമാണ് ശ്രുതി. പ്രഗ്നൻ്റാന്ന് കഴിഞ്ഞാൽ പിന്നെ നീ പ്രസവിക്കണ്ടായോ? പിന്നെ ചെക്കപ്പിന് കൊണ്ടുപോകും. പിന്നെയും നിൻ്റെ കള്ളക്കളി പുറത്താവുമെന്ന് പറയും. ചെക്കപ്പിനൊക്കെ പോകുമ്പോൾ അതെന്തെങ്കിലും പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ 1-2 മാസം ആകുമ്പോൾ അതങ്ങ് അബോഷനായി പോയെന്ന് പറയണം. അപ്പോൾ അച്ഛമ്മയുടെ പേരിലുള്ള സ്വത്തും ഞങ്ങൾക്ക് കിട്ടും. വല്ലാത്ത ബുദ്ധി തന്നെ നിനക്ക്. എന്തോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയും. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇപ്പോൾ ഇതേ ഉള്ളൊരു മാർഗ്ഗം. എങ്ങനെയെങ്കിലും എന്ത് സൂത്രപ്പണി ഉപയോഗിച്ചിട്ടാണെങ്കിലും തിരിച്ച് ശ്രുതിയുടെ ജീവിതത്തിലോട്ട് കയറി പറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകുമ്പോൾ മീരയെന്ന് പറയും. ശരി, എന്തായാലും നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മധുസൂദനൻ രാവിലെ റെഡിയായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അത് മറ്റെങ്ങോട്ടും ആയിരുന്നില്ല, ചന്ദ്രോദയത്തിലോട്ട് പോകാൻ വേണ്ടിയായിരുന്നു. ആ സമയത്ത് മഹിമ പറയും, അല്ല നിങ്ങളിതെന്താ എങ്ങോട്ടാണ് രാവിലെ? പതിവില്ലല്ലോ, ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കും. അത് ഞാനൊരു സ്ഥലത്തോട്ട് പോകാമെന്ന് പറയും. എങ്ങോട്ട്? നിനക്ക് പറയാമോ എങ്ങോട്ടാണ് പോകുന്നതെന്ന്? ക്ലബിലോട്ടായിരിക്കും. അല്ല, ഞാൻ എൻ്റെ മോള് വർഷയെ കാണാൻ പോകുമെന്ന് പറയും. നീലേ പറഞ്ഞ അവൾ പ്രഗ്നൻ്റാന്ന്. അപ്പോൾ എനിക്കെൻ്റെ മോളെ കാണണ്ടേ, ഞാനൊരു അപ്പൂപ്പനാവാൻ പോവില്ലേ എന്നൊക്കെ പറയും. നിങ്ങൾ എന്തേ പറയുന്നത്? നിങ്ങൾ വർഷയെ കാണാൻ പോകുന്നു?
എന്തായാലും നിങ്ങളവളെ കാണാൻ പോകുന്നെങ്കിലേ അവളെ സ്റ്റുഡിയോയിൽ പോയോ പുറത്ത് ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് കണ്ടാൽ മതി എന്ന് പറയും. അതെന്താ ആ വീട്ടിൽ പോകണ്ടെന്ന് പറയും. പോയത് ഇപ്പോൾ അബദ്ധമായി, നീ അവിടെ പോയി എന്തോ പറഞ്ഞെന്ന് പറയും. ഞാൻ അവിടെ ചെന്നപ്പോൾ വർഷയുടെ മുഖം വല്ലാതിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ശ്രീകാന്തുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഉടനെ വീട്ടുകാരെല്ലാം കൂടി ചേർന്ന് എന്നെ തല്ലാൻ വരുന്ന കണക്കുള്ള പെരുമാറ്റമായിരുന്നു. അത് നീ പറഞ്ഞത് വളരെ തെറ്റായിപ്പോയി മഹിമയെന്ന് പറയും. പിന്നെ നീ എന്തോ പറഞ്ഞ നല്ല ഭക്ഷണവും മരുന്നും ഒക്കെ ഈ സമയത്ത് കഴിക്കണം, അപ്പോൾ കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കും, മമ്മി മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു. അതിനവർക്ക് തിരിച്ചറ്റാവുന്ന ആവേണ്ട കാര്യം എന്തായിരിക്കും? മഹിമേ, നിനക്ക് എന്തെങ്കിലും അങ്ങനെ വല്ലതും പറയാനുണ്ടെങ്കിൽ നീ നിൻ്റെ മകളെ മാറ്റി നിർത്തി അവളുടെ റൂമിൽ ചെന്ന് പറയണമായിരുന്നു. അല്ലാതെ എല്ലാവരും കേൾക്കാതെ പറയുമ്പോൾ അത് അവരെ എല്ലാവരെയും അപമാനിക്കുന്നതിന് തുല്യമാവത്തില്ലേ? ഇത്രയും പറഞ്ഞാൽ നിന്നെ അവർ മര്യാദയ്ക്ക് അവിടെ നിന്ന് ഇറക്കി വിട്ടത് തന്നെ ഏറ്റവും വലിയ കാര്യം. അല്ലെങ്കിൽ നിന്നെ വേറെ വല്ലവരാണെങ്കിൽ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയെന്ന് പറയും. അതുകൊണ്ട് ഇനിയും നല്ല രീതിയിൽ ചെന്ന് അവിടെ പെരുമാറാൻ ശ്രമിക്കുക. നമ്മുടെ മോള് താമസിക്കുന്ന വീടല്ലയോ, നിങ്ങൾക്കെന്താ ഇപ്പോൾ ഒരു മാറ്റം? മുമ്പ് ആ വീട്ടിലോട്ട് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഏഷണിയും ചെയ്യാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ എന്നെ ഇവിടെ പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത്. പിന്നെ നിങ്ങൾക്കെന്താ പെട്ടെന്നൊരു മാറ്റം? പ്രായമായി വരുമില്ലേ, അപ്പോൾ അതിൻ്റേതായ മാറ്റം ഉണ്ടാകും. ഇനി നീ ഈ പറഞ്ഞ കണക്കുള്ള രീതിയിലുള്ള പെരുമാറ്റമൊന്നും അവരുടെ വീട്ടിൽ പോയി കാണിക്കരുത്. നമ്മുടെ മോള് താമസിക്കുന്ന വീടല്ലേ, അതുകൊണ്ട് സന്തോഷത്തിലും സമാധാനത്തിലും അവൾ അവിടെ താമസിക്കട്ടെ. അവൾക്ക് ശ്രീകാന്തിനും ഇങ്ങോട്ട് എന്ന് വരണമെന്ന് സ്വമനസാലെ തോന്നുവാണോ അന്ന് ഇങ്ങോട്ട് വരട്ടെ, അത് നമ്മുടെ പ്രവൃത്തി കണക്കിരിക്കുമെന്നൊക്കെ പറഞ്ഞ് മധുസൂദനൻ മഹിമയോട് പറയുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.